പത്താം ക്ലാസ്സിൽ ഫുൾ A+ ലഭിച്ച വിദ്യാർത്ഥിക്ക് +1 സീറ്റില്ല. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം അധപ്പതനത്തിലേക്കോ? എന്താണ് പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് നോക്കാം. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം അധപ്പതിച്ചു പോകുന്നുവോ? കാരണം 10ൽ ഫുൾ A+ വാങ്ങി വിജയിച്ച വിദ്യാർത്ഥിക്ക് പോലും സ്കൂളുകളിൽ സീറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ കേരളത്തിൽ വന്നിരിക്കുകയാണ്. എന്താണ് ഈ ഒരു സാഹചര്യത്തെ കുറിച്ച് പറയാനുള്ളത്? പണ്ടത്തെക്കാളും ഇപ്പോൾ കുറച്ച് താഴ്ന്ന രീതിയിലാണ് പോകുന്നതെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നുകിൽ സീറ്റെണ്ണം കൂട്ടുക. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പോലും കണ്ണടയ്ക്കുന്ന ഒരു രീതിയാണ് ഇതിൽ കാണുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പുള്ളിക്കാരൻ കറക്റ്റ് ഒരു നേതൃത്വം ചെയ്യുന്നില്ല എന്ന് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോഴത്തെ വാല്യുവേഷനൊക്കെ നമുക്ക് ശരിയാണോ എന്ന് പോലും സംശയിക്കുന്നുണ്ട്. കറക്റ്റ് വാല്യുവേഷനാണോ നടക്കുന്നത് എന്ന് പോലും സംശയമുണ്ട് എനിക്ക്. അല്ലെങ്കിൽ പണ്ട് വിജയ ശതമാനം കുറവായിരുന്നെങ്കിൽ ഇപ്പം വിജയ ശതമാനം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണോ എന്നൊരു, അല്ലെങ്കിൽ കേരളം എപ്പോഴും മുന്നിൽ നിൽക്കണമെന്നുള്ള ഇതുകൊണ്ട് അത് ചെയ്യുകയാണോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. എന്തെങ്കിലും അതിന്റെ ഒരു ഉള്ളിൽ എന്തെങ്കിലും ഒരു അഴിമതി പോലുള്ള അങ്ങനെയാണോ ഒരു സംശയം മാത്രമല്ലേ? അതെ, സാക്ഷരത എന്ന് പറയാൻ വേണ്ടിയിട്ട് ചെയ്യാണോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട് എപ്പോഴും. കാര്യം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് റിസൾട്ട് വന്ന സമയത്ത് പഠിക്കാത്ത കുട്ടികൾക്ക് പോലും 8A+ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കതിപ്പോൾ ചിന്തിക്കാം ഒരു വാല്യുവേഷൻ എങ്ങനെയാണ് ആണോ സംശയമുണ്ട്. അന്ന് ഞാൻ പഠിപ്പിക്കുന്ന സമയത്തും തീരെ പഠിക്കാൻ ഉഴപ്പി നടന്ന പയ്യന്മാർ പോലും അവസാന ഘട്ടത്തിൽ പഠിച്ച പോലെ എങ്ങനെ നോക്കിയാലും അവർക്ക് 8A+ മുകളിൽ കിട്ടത്തില്ല. അവരെങ്ങനെ നല്ലതിന് പഠിച്ചിരുന്നാലും അവസാന ദിവസങ്ങൾ പഠിച്ചാൽ കിട്ടത്തില്ല. പക്ഷെ അവർക്ക് അന്ന് ആ സമയത്ത് എന്നോടൊന്ന് സാർ എനിക്ക് 8A+ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവമേ അതെങ്ങനെ കിട്ടി. നമുക്ക് തോന്നാറുണ്ട് വാല്യുവേഷൻ കറക്റ്റ് ആണോ എന്നെപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. മേ ബി അതുകൊണ്ടാവാം. പിന്നെ സീറ്റെണ്ണം ഇപ്പോൾ കേരളത്തിലെ ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിലോട്ട് ഉന്നത പഠനത്തിന് വേണ്ടിയിട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അത് നമ്മുടെ ഒരു വിദ്യാഭ്യാസ വകുപ്പിന്റെയും അല്ലെങ്കിൽ ആ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിന്റെ ഒരു അധപ്പതനമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അതിനും കാരണമുണ്ട്. കാര്യം ഇവിടെ ഇനി പഠിച്ചിറങ്ങിയിരുന്നാലും അവർക്ക് ശമ്പളമുള്ള ജോലി കിട്ടുന്നില്ല. അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ശമ്പളമുള്ള ജോലി അവർക്ക് കിട്ടുന്നില്ല. ഒന്നുകിൽ അതിനനുസരിച്ച് ശമ്പള വർധന കൊണ്ടുവന്ന് അവരെ ഇവിടെ നിർത്താനുള്ള എന്തെങ്കിലും മാർഗം ചെയ്യുക. അവരതുകൊണ്ടാണ്. പിന്നെ കാസ്റ്റ് അടിസ്ഥാനത്തിൽ പല നിയമങ്ങളുണ്ടാവാറുണ്ട്. പഠിച്ച പലർക്ക് ഇപ്പോൾ ജോലി ഇല്ലാത്ത രീതിയിൽ വരുന്നവരുണ്ട്. ഇപ്പോൾ എൻ്റെ സിസ്റ്ററും ജർമ്മനിക്ക് പോകാൻ വേണ്ടിയുള്ള പ്രിപ്പയർ ചെയ്യുന്നു. കാരണം എല്ലാവരും എല്ലാവരും പറയുന്നത് മോളെ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, നിങ്ങൾ പുറത്തോട്ട് പോവുക, അവിടെ നിന്ന് നിങ്ങൾക്ക് ശമ്പളമുണ്ട്, ഇത്ര റിസ്കി പണിയും ഇല്ല എന്ന് പറയുമ്പോൾ ഇവിടെ ശമ്പളം ഉണ്ടെങ്കിൽ, ജോലി ഇല്ലാത്തതുകൊണ്ടല്ല, ജോലികളുണ്ടെങ്കിലും ശമ്പളം എന്ന സാധനം കുറവാണ്. നമ്മൾ എടുക്കുന്ന തൊഴിലിനുള്ള വരുമാനം നമുക്ക് എത്തിപ്പെടുന്നില്ല, ലഭിക്കുന്നില്ല. ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നു, പേരൊന്നും പറയുന്നില്ല. പക്ഷെ അവിടെ നേഴ്സുമാർ പോലും എന്നോട് സങ്കടം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോൻ ഇവിടെ നമ്മൾ ജോലി ചെയ്യുന്ന അത്രയും ശമ്പളം കിട്ടുന്നില്ല. അന്ന് 12,000 രൂപയാണ് അവർക്ക് ശമ്പളം ഉണ്ടായിരുന്നത്. BSc നേഴ്സ് പഠിച്ചിറങ്ങി അവിടെ ജോലിക്ക് കയറുന്നവർക്കുള്ള ശമ്പളം വന്ന പിള്ളേർക്ക് പോലും 12,000 ശമ്പളം എന്ന് പറയുമ്പോൾ, അന്ന് ഞാൻ അറ്റൻഡറായിട്ടാണ് കയറിയത്. അന്ന് എനിക്ക് 9,000 ശമ്പളം ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന പണിക്ക് അല്ലെങ്കിൽ നൈറ്റ് നിൽക്കുന്ന ഡ്യൂട്ടിയുടെ അളവൊക്കെ വെച്ച് നോക്കിയാൽ നമുക്കൊരു 15 രൂപയ്ക്ക് മുകളിൽ സാലറി കിട്ടണം. അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു സാലറി 25-ന് മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഏത് മേഖലയിലും അവർ നിൽക്കും. ജോലി ഇല്ലാത്തതുകൊണ്ടല്ല, ഇവിടെ ജോലിയുണ്ട്. പക്ഷേ അതിനുള്ള ശമ്പളങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് പലരും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ അവർ ശ്രമിക്കുന്നതിൻ്റെ മെയിൻ കാരണം. ഇപ്പം മൊത്തത്തിലും എല്ലാ മേഖലയിലും, വിദ്യാഭ്യാസ മേഖലയിലും തൊഴിലിലെ ശമ്പള പരിഷ്കരണമൊക്കെ ഒന്നുകൂടി മെച്ചപ്പെടുത്തിയാൽ കേരളത്തിന്റെ ഈ ഒരു അവസ്ഥ, വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അധപ്പതനത്തിന്റെ അവസ്ഥ മാറുമെന്നാണല്ലേ? മാറും, തീർച്ചയായിട്ടും മാറും. ആവശ്യമില്ലാത്ത ദൂരത്തൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മാറും. ചെയ്യേണ്ട രീതിക്ക് അവർ കണക്കുകളും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് അവർ ചെയ്യേണ്ടത് അവർക്കറിയാം. പക്ഷെ അവരത് മുതിരുന്നില്ല എന്നാണ് സത്യം.
ഈ ഒരു അവരെനിക്കൊന്നും ഭരണം പിടിച്ചു കിട്ടുക എന്നുള്ള ഏക ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ മുമ്പിൽ. അല്ലാതെ ഈ ഒരു സമൂഹത്തിൽ എന്തൊക്കെ വേണം എന്നുള്ള ഒരു ചിന്ത ഇല്ല. സത്യമാണ്. അതിന് ഏത് പാർട്ടിക്കാരെ വന്നാലും ഏത് രാഷ്ട്രീയ സംഘടന വന്നാലും അങ്ങനെ തന്നെയാണ്. അവരവരുടെ നിലനിൽപ്പ് മാത്രമേ നോക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നവർ. അല്ലാതെ എൻ്റെ കൂടെ ഒരു ചേട്ടൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ നല്ല PSCക്ക് നല്ല അറിവുള്ള ചേട്ടനാണ്. പക്ഷെ ആ പുള്ളിക്കാരൻ ഏത് ടെസ്റ്റ് ചെയ്തിട്ടും പുള്ളിക്കാരനെ കിട്ടുന്നില്ല. പക്ഷേ എൻ്റെ കൂടെ വേറെ പയ്യൻ പഠിച്ചു. അവൻ കുറച്ച് ഷെഡ്യൂൾഡ് കാസ്റ്റുള്ള പുള്ളി ആയതുകൊണ്ട് അവൻ ടെസ്റ്റ് എഴുതിയാൽ മതി, പിന്നെ പാർട്ടി ഇടപെടുന്നുണ്ടെങ്കിൽ കാര്യം സിമ്പിളാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എപ്പോഴും അതെ പലരും ഈ ഒരു പരാതി ഉന്നയിക്കുന്നുണ്ട്. കാരണം കഴിവിനനുസരിച്ചല്ല, ചില സംവരണവും സ്വാധീനവും അനുസരിച്ചാണ് വിദ്യാഭ്യാസ രംഗം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്. കാര്യം കഴിവുള്ളവരുടെ കിടക്കുന്നുണ്ട്, ബാക്കിയുള്ളവർ അവരുടെ പിടിപാടനുസരിച്ചോ അല്ലെങ്കിൽ അവരുടെ ഇത് വെച്ചോ അങ്ങ് കയറി പോകുന്നവരുണ്ട്. യോഗ്യതയുള്ളവർക്കൊന്നും കിട്ടുന്നില്ല. ഇപ്പോൾ മെയിൻ പ്രശ്നം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ പലരും ഇവിടെ നിൽക്കാൻ മടിക്കുന്നത്, ഇവിടെ ഒരു ജോലി ചെയ്യാൻ താല്പര്യപ്പെടാത്തതിൻ്റെ കാര്യം. അത് എവരെ കറക്റ്റായിട്ട് അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനൊരു ശമ്പളത്തിൻ്റെ കാര്യത്തിലായാലും ശരി തന്നെ, അല്ലെങ്കിൽ അവരെന്ത് കാര്യത്തിന് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ശരി തന്നെ ശരിയായ നടപടികൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ തന്നെ പഠനത്തിന് നിൽക്കും, ജോലിക്കാണ് എല്ലാവരും ഇവിടെ തന്നെ നിൽക്കും. ഗുണം നമുക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ മാറ്റങ്ങൾ എന്തായാലും അനിവാര്യമാണ്. ഇനി വരുന്ന തലമുറയിലെങ്കിലും അത്തരം ഒരു മാറ്റം പ്രതീക്ഷിക്കാമല്ല. അല്ലെങ്കിൽ തന്നെ ഒട്ടനവധി വിദ്യാർത്ഥികളുടെ ഭാവി പന്താടുന്ന രീതിയിലുള്ള നടപടികളൊന്നും സ്വീകരിക്കാതിരിക്കുക, പ്രത്യേകിച്ച് സ്കൂളുകളിലെ ഈ അഡ്മിഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആവുമ്പോൾ. അതെ, അവർക്കും എന്താ പറയുക, ഒന്നിലും സീറ്റ് വർദ്ധിപ്പിക്കുക, അത് മാത്രമേ ഉള്ള മാർഗമുള്ളൂ. അല്ലാതെ നമുക്കൊരിക്കലും ഇനി മാർഗം ഉറച്ചു കൊടുക്കാൻ അങ്ങനെയൊന്നും നമുക്ക് പറ്റത്തില്ല. അവർക്ക് സീറ്റ് വർദ്ധിപ്പിക്കുക. അവരും മുൻ വർഷങ്ങളിലും ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട്, എന്നിട്ടും അതിനെതിരെ കണ്ണു തുറക്കുന്ന ഒരു നടപടി ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അല്ലെങ്കിൽ എല്ലാ കുട്ടികളും ഇത്രയും വിഷമം പറയേണ്ട കാര്യമില്ല. അവർ പഠിച്ചിറങ്ങുന്ന എല്ലാ കുട്ടികൾക്കും നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക തന്നെ ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുക. അവരുടെ സാമ്പത്തികമായിട്ടും പുറകോട്ടെങ്കിൽ കഴിവുള്ള കുട്ടികളെ മുന്നിൽ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനുള്ള കാര്യങ്ങൾ എന്താണോ എടുക്കേണ്ട നിയമങ്ങൾ എടുക്കണം, അത് ചെയ്യുക. പിന്നെ സീറ്റിൻ്റെ കാര്യത്തിലും അവർക്ക് കൊടുത്തു തന്നെയാണ്, അല്ലാതെ വേറെ മാർഗമില്ല. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജോലിയിലായാലും ശരി തന്നെ, വിദ്യാഭ്യാസത്തിലായാലും ശരി തന്നെ, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ നാട് വിട്ടൊരിടത്തും പോകത്തില്ല. കേരളത്തിൽ പഠിച്ച് മുന്നോട്ട് വിദ്യാഭ്യാസം നയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കുന്നില്ല. മലബാർ മേഖലയിൽ A+ വാങ്ങിയ വിദ്യാർത്ഥി പോലും ക്ലാസ് തുടങ്ങിയിട്ടും ക്ലാസ്സിൽ പോകാത്ത ഒരു അവസ്ഥയാണ്. മുൻകാലങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടും വിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെ അതിനൊരു തുടർ നടപടികൾ എടുത്തിട്ടില്ല. എന്താണ് ഈ ഒരു സാഹചര്യത്തെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ കുട്ടികൾ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന സ്കൂളിൽ അടുത്ത +1 അവർക്ക് സീറ്റ് കൊടുക്കണം. മനസ്സിലായി? മറ്റു സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് സീറ്റ് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ കുട്ടികൾക്ക് അവിടെ സീറ്റ് ഇല്ലാത്തത്. അപ്പോൾ ഒരു കാൽക്കുലേഷൻ ചെയ്ത് എത്ര +1 കുട്ടികൾ വരുന്നുണ്ടോ അവർക്ക് വേണ്ടിയിട്ട് നേരത്തെ അവർ സീറ്റ് അത് അറേഞ്ച് ചെയ്യണം. മനസ്സിലായോ? അറേഞ്ച് ചെയ്തിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ SLC കഴിഞ്ഞിട്ട് അടുത്ത +1 വരുമ്പോഴത്തേക്കും കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള വിഷമമാണ്. ഇന്ന് എൻ്റെ കുട്ടികൾ തന്നെ 2 പേര് 10ാം ക്ലാസ് എഴുതിയിട്ട് ഇപ്പോൾ 2 പേരും ആ സ്കൂളിൽ നിന്ന് മാറി 2 സ്കൂളിലായിട്ടാണ് അവർ അഡ്മിഷൻ കിട്ടിയത്. ഈ പഠിച്ച സ്കൂളിൽ അഡ്മിഷൻ ഇല്ല. പക്ഷേ തിരുവനന്തപുരത്ത് അത് കിട്ടി. പക്ഷേ മലബാറിൽ, കാസർഗോഡ്, മലപ്പുറത്തൊക്കെ ഒന്നും അവർക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല. അപ്പോൾ ആ കുട്ടികൾ എന്തുമാത്രം പേരൻസ് ആയിരുന്നാലും കുട്ടികളായിരുന്നാലും വളരെ മാനസിക ടെൻഷൻ അനുഭവിക്കും. അത് നേരത്തെ തന്നെ ഇത് അറേഞ്ച് ചെയ്ത് വയ്ക്കേണ്ടതായിരുന്നു. എല്ലാ കുട്ടികൾക്കും സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് വേണം. അതിനനുസരിച്ച് ഉള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം നേരത്തെ ചെയ്യണം. അല്ലാതെ ഈ കുട്ടികൾക്ക് സീറ്റ് അവസാനം കിട്ടാതെ വരണ സമയത്തല്ല തുടങ്ങി. ഇപ്പോൾ തന്നെ സ്കൂൾ തുടങ്ങിയിട്ട് 1 മാസം കഴിഞ്ഞു. മനസ്സിലായി? അപ്പോൾ ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയില്ല എന്നുള്ള വിഷമത്തിലാണ് കുട്ടികൾ. 10ാം ക്ലാസ് പഠിച്ചു വരുമ്പോഴത്തേക്ക് അവർക്ക് നല്ല മാർക്ക് വാങ്ങിക്കണം. പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ ഇപ്പം നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ്. പണ്ടൊക്കെ ചെന്നാൽ അവർ പുറത്തിറങ്ങില്ല, അങ്ങനെയല്ല. ഇപ്പോൾ ഏറ്റവും നല്ല മിടുക്കരായ വിദ്യാർത്ഥികൾ മുസ്ലിം കുട്ടികളാണ്. അവർ പഠിച്ചു വരുമ്പോൾ അവർക്കൊരു അഡ്മിഷൻ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മാനസികമായിട്ട് സമ്മർദ്ദം കുട്ടികൾ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. പഠിച്ച് വാങ്ങിയിട്ട് കുട്ടികൾക്ക് അഡ്മിഷൻ ഇല്ല എന്നുള്ള ഒരു ഗതികേടാണ് ഇപ്പോൾ കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഗവൺമെൻറ്റും
വിദ്യാഭ്യാസ എല്ലാവരും കൂടെ തീരുമാനിച്ച് ഇനി എങ്കിലും അടുത്ത വർഷം ഇങ്ങനെ ഒരു അവസ്ഥ ഒരു ദുരനുഭവം ഉണ്ടാതിരിക്കാൻ ശ്രമിക്കണം. അതാണ് നമുക്ക് പറയാനുള്ളത്. അല്ല, ഇത് തന്നെയാണ് പറയാനുള്ളത്. കൂടുതലും സീറ്റുകൾ വർദ്ധിപ്പിച്ച് കുട്ടികൾക്ക് അവിടെ തന്നെ അക്കോമഡേഷൻ കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ ഇനിയും ഇങ്ങനെ ഒരു അവസ്ഥ വരാതെ കഴിഞ്ഞ വർഷം ഈ ഗതി വന്നു. അപ്പൊ അത് തന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തിയേ പറ്റുള്ളൂ. സീറ്റുകൾ വർദ്ധിപ്പിക്കുക അല്ല, തീർച്ചയായും. വിലപ്പെട്ട സമയം പാഴാക്കാതെ അർഹതപ്പെട്ട കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല. അതാണ് ഒന്നാമത്തെ. ഈ ഒരു സാഹചര്യമൊക്കെ കൊണ്ടായിരിക്കും കേരളത്തിലെ കുട്ടികളൊക്കെ തുടർ പഠനത്തിന് വേണ്ടിയിട്ട് വിദേശ അതാണ് തോന്നുന്നത്. ഇപ്പൊ തന്നെ കുട്ടികളുടെ ഇപ്പൊ +1 തുടങ്ങുമ്പോഴേ കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കുകയാണ്. മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് അത് നമ്മുടെ ഗവൺമെന്റ് അത് നേരത്തെ കൂട്ടി അതെല്ലാം തീരുമാനിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ വിദ്യാഭ്യാസ രംഗത്തെ ഒരു തകർച്ചയായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. കാരണം പണ്ടത്തെ കാലത്ത് ഇത്തരത്തിലുള്ള ഒരു അനുഭവം അതെന്താണെന്ന് അറിയട്ടോ, ഈ മലബാർ മേഖലയിലുള്ള കുട്ടികൾക്ക് അധികം വിദ്യാഭ്യാസം അധികം പോവില്ല. മനസ്സിലായി. ഇപ്പോഴും അതല്ല. ഇപ്പൊ മുൻപന്തിയിൽ നിൽക്കുന്നത് മലബാർ മേഖലയിലെ കുട്ടികളാണ്. മനസ്സിലായ മലബാർ മേഖലയിലെ കുട്ടികളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പൊ അവർക്ക് അഡ്മിഷൻ കിട്ടാതെ വരുമ്പോഴത്തേക്കുള്ള മാനസികമായ ടെൻഷനാണ് ഈ അനുഭവിക്കുന്നത്. അത്ര സ്വാധീനം ഉപയോഗിച്ച് ഈ പൈസ പൈസ ഒരുപാട് ചോദിക്കുന്നുണ്ട്. ഡിഗ്രിക്കൊക്കെ ഉള്ള പിള്ളേർക്ക് ചോദിക്കുമ്പോൾ ഡൊണേഷൻ ചോദിക്കുന്നുണ്ട്. 1 ലക്ഷം 1.5 ലക്ഷം. അപ്പൊ ഒരു കച്ചവടം കൂടി നിവൃത്തി ഇല്ലാത്തവർക്ക് അത് വലിയ വിഷമമുള്ളൊരു കാര്യമാണ്. പഠിച്ച് നല്ലതായിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ ഇത്രയും രൂപയൊക്കെ ചോദിക്കുന്നത് അത് ഭയങ്കര വിഷമമാണ്. പഠിച്ച സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് അഡ്മിഷൻ ഇല്ല. വേറെ പുറത്തുനിന്ന് വരുന്ന കുട്ടികൾക്ക് കാശ് വാങ്ങിച്ചുകൊണ്ട് അഡ്മിഷൻ കൊടുക്കുന്നു എന്നുള്ള ഒരു പരാതികളാണ് അവിടെ ഉയർന്നു വരുന്നത്. സാഹചര്യത്തിന് മാറ്റം കാണണം. അതാണ് ഇത് ഗവൺമെന്റ് കാണുന്നില്ല. കുട്ടികളുടെ മാനസികാവസ്ഥ പഠിച്ചു വന്ന കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അവർക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം ഗവൺമെന്റ് കാണുന്നില്ല. കണ്ടിരുന്നെങ്കിലും നേരത്തെ മുതലേ ഇങ്ങനെ ഒരു സാഹചര്യം വരുത്തരുതെന്നുള്ള രീതിയിൽ അവര് മുൻകരുതലെടുക്കുമായിരുന്നു. മനസ്സിലായ മുൻപത്തെ ആ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് ഈ വർഷം അങ്ങനെ വരാതിരിക്കുക എന്നുള്ളൊരു മുൻകരുതലെടുക്കുമായിരുന്നു. അതെ, ഇനി അത് ഉണ്ടാവാതിരിക്കാൻ നമ്മുടെ ഗവൺമെന്റും പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് എല്ലാവരും അത് ശ്രദ്ധിക്കണം. മനസ്സിലായോ? നമ്മൾ കുട്ടികൾക്ക് വേണം നല്ല മുൻതൂക്കം കൊടുക്കേണ്ടത്, പഠിച്ചു വരുന്ന കുട്ടികൾക്ക്. പിന്നെ അതെ. അതുകൊണ്ട് ഇപ്പം പരാതി ഇവിടെ നിന്നുള്ള കുട്ടികൾ അത്രയും അന്യരാജ്യത്ത് പോയി പഠിക്കുന്നു. ഇതാണ് ഇവിടുത്തെ സാഹചര്യം. മനസ്സിലായ? അവര് പൈസ ചിലവാക്കി അവരെന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പുറത്ത് പോയി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ആ കുട്ടികൾ അനുഭവിച്ചതിന് ശേഷമാണ് പുറത്തു പോകുന്നത് എന്ന് പറയും. ഇവിടെ ഇഷ്ടം പോലെ കുട്ടികളുണ്ട്, പക്ഷെ അവർക്ക് സാഹചര്യങ്ങളില്ല, ഒരുക്കി കൊടുക്കുന്നില്ല. മനസ്സിലായി? അതാണ് കാരണം. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം അധപ്പതിക്കുന്ന പോലുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മലബാർ മേഖലയിൽ 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിയ കുട്ടിക്ക് ഇതുവരെയും +1 ഒരു സ്കൂളിലും അഡ്മിഷൻ ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ഈ ഒരു വിദ്യാഭ്യാസ രംഗത്തെ അധപ്പതനത്തിലോട്ട് കൊണ്ടുവരുന്നില്ല. എന്താണ് ആ ഒരു സാഹചര്യത്തെ കുറിച്ച് പറയാനുള്ളത്? ഇപ്പം ഉപരിപഠനം എല്ലാവർക്കും ആവശ്യമാണല്ലോ. 10ാം ക്ലാസ് ജയിച്ച ഒരു കുട്ടിക്ക് +1 അഡ്മിഷൻ കിട്ടണം. അത് കൊടുക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ കൂടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പൊ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം. അപ്പൊ കൂടുതൽ കഴിഞ്ഞ വർഷവും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായിട്ട് ഒരു സീറ്റ് വർധനയോ ഒന്നും നടത്തിയിട്ടില്ല. സീറ്റ് വർധന നടത്തണം, എന്നാലേ കുട്ടികൾക്ക് അതിനുള്ള അഡ്മിഷനുള്ള സൗകര്യങ്ങളും കൊണ്ട്. മറ്റു ഈ ജയിച്ച കുട്ടികൾക്ക് ഉപരിപഠനത്തിനുള്ള സാഹചര്യം എന്താ ഉള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തണ്ടേ? ഇപ്പം +1 അല്ലാതെ ഇപ്പൊ വേറെ പോകാൻ മാർഗമൊന്നുമില്ല. +1 +2 കഴിഞ്ഞ് അതിനുള്ള സീറ്റ് വർധനവോ അല്ലെങ്കിൽ പഠിക്കാനുള്ള മറ്റു സൗകര്യങ്ങളോ ഉണ്ടാക്കണം. അത് വിദ്യാഭ്യാസ വകുപ്പിന് ഒരു സാഹചര്യം വരുമ്പോൾ വീണ്ടും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ശ്രമിക്കണം. എന്തായാലും അത് ഒരു ഉദാസീനതയായി കാണാതെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യവും ഒരുക്കണം. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിലായിരിക്കുമോ കേരളത്തിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കുട്ടികൾ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത്? വിദേശ രാജ്യങ്ങളിൽ പോകുന്ന കുട്ടികൾ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. അവർക്ക് പോകുന്നതിലും അവരുടെ ലോണുകളും അവരുടെ വിദ്യാഭ്യാസവും ഒന്നും ഒരു ഉറപ്പുമില്ല. അവിടെ ഒരു പ്രതീക്ഷ മാത്രമാണ് അവർക്കുള്ളത്. ജോലി ഉറപ്പില്ല, പോകുന്നതിന് ഈ ലോണുകൾ എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന് അറിയത്തില്ല. ഇതൊക്കെ ഒരു വലിയ പ്രതിസന്ധി തന്നെ.
അപ്പൊ ആ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ കൂടുതൽ കേരളത്തിലെയും ഇന്ത്യയിലെയും വിദ്യാഭ്യാസ രംഗം കൂടുതൽ മെച്ചപ്പെടുത്തിയാൽ ഇവിടെ തന്നെ വിദ്യാഭ്യാസം ചെയ്യുകയാണെങ്കിൽ വിദേശത്ത് പോകേണ്ട ആവശ്യമില്ല. അതെ അതെ. അപ്പൊ ഇവിടെ പഠനം ഉണ്ടാകണം, ജോലി ഉണ്ടാകണം, ഇതൊക്കെ ഇവിടുത്തെ ആവശ്യം തന്നെയാണ്, ഇവിടുത്തെ പൗരന്റെ അത്യാവശ്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ കൃത്യമായിട്ടുള്ള ഉദ്യോഗസ്ഥർ അതിനുള്ള അതിന്റെ വേണ്ട നടപടികൾ സ്വീകരിക്കണം. അതുപോലെ ഈ ലോണുകൾ എടുത്ത് വലിയ പലിശയാണ് അതിന് വരുന്നത്. എത്ര 12% വരെ പലിശയാണ് ഒരു കുട്ടി. അത് കുട്ടി ലോൺ എടുക്കുന്ന കുട്ടികൾക്ക് പോലും അറിയില്ല. അവർക്ക് അതിനൊരു ജോലി കിട്ടിയാൽ ആ ജോലിയിൽ എങ്ങനെ ഈ ഇവിടുത്തെ ശമ്പളം വെച്ചിട്ട് എങ്ങനെ ഈ ലോൺ തിരിച്ചടയ്ക്കും, അതൊരു വലിയ പ്രതിസന്ധിയാണ്. അതൊക്കെ ഇവിടുത്തെ ജനം ചർച്ച ചെയ്യണം. ജനത്തിലുപരി ഇവിടുത്തെ ഭരണകർത്താക്കൾക്ക് അറിയണമല്ലോ ഈ വിദ്യാഭ്യാസ ലോണിനെ കുറിച്ച്. അവർക്ക് എന്തെങ്കിലും പലിശകൾ ഇളവ് ചെയ്ത് കൊടുക്കുവോ, അല്ലെങ്കിൽ അത് അടയ്ക്കാനുള്ള സാഹചര്യങ്ങളോ, അല്ലെങ്കിൽ ജോലി ഇവിടെ ഇല്ലല്ലോ. പ്രത്യേക ലോണുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് MBBSന് 20 ലക്ഷം രൂപ ലോൺ എടുത്ത് പോയി പഠിക്കാൻ പോയ ഒരാളെ ഇപ്പൊ അത് ജോലി കിട്ടിയാൽ പോലും ആ പൈസ അടയ്ക്കാൻ പറ്റില്ലെന്ന് പറയുന്നത്. ഞാനൊരു 4 ലക്ഷം രൂപ എൻ്റെ മോൾക്ക് എടുത്തിട്ട് 4 വർഷം കൊണ്ട് ആണ് 4 ലക്ഷം രൂപ തന്നത്. ആ പൈസ ഞാൻ 6 ലക്ഷം രൂപയോളം അടച്ചു. ഇന്ന് ഞാനതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തപ്പോൾ എന്താ പറഞ്ഞെന്നറിയാം, 4,30,000 രൂപ ഇനി അടക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ സ്ഥിതി. അപ്പോൾ അതൊക്കെ ഒരു വലിയ പ്രതിസന്ധിയാണ്. ഞാൻ കംപ്ലൈൻറ്റ് പോലും ഇവിടെ കൊടുക്കാറില്ല. അവർ അടച്ചേ മതിയാകുമെന്ന് പറയുന്നത്. നമ്മൾ കറക്റ്റായിട്ട് പൈസ അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ മാസവും അവർ പറഞ്ഞതനുസരിച്ച് പൈസ അടച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നോക്കി ഞാനേതാണ്ട് തീർന്നു കാണുമെന്ന് വിചാരിച്ച് ചെന്നത്. നമുക്കറിയില്ലായിരുന്നു അതിനെക്കുറിച്ച്. നമ്മളിപ്പോൾ അങ്ങനെ വലിയ ഇതിനെക്കുറിച്ച് ഗ്രാഹ്യമായിട്ടൊന്നുമില്ല. നമുക്ക് അന്നത്തെ വിദ്യാഭ്യാസം നടത്തണം. അപ്പോൾ അതിനുള്ള ഒരു ഭാവി സുരക്ഷിതമാകാൻ വിദ്യാഭ്യാസം കൊടുക്കണമല്ലോ. അപ്പോൾ നമുക്കൊരു ചെറിയ സഹായമാകട്ടെ എന്ന് വിചാരിച്ചാണല്ലോ. ഈ പൈസക്ക് ഒരിക്കലും വിദ്യാഭ്യാസം തീരുമില്ലല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളുണ്ട്. അത് വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ്. എന്നെ സംബന്ധിച്ച് ആണെങ്കിൽ പോലും നമ്മൾ കറക്റ്റായിട്ട് എല്ലാ മാസവും പറഞ്ഞ എമൗണ്ട് അടച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് പോലും ഇൻട്രസ്റ്റ് പോലും ഒരു ചെറിയ കുറവ് പോലും കിട്ടുന്നില്ല. ഇത്ര പൈസ നമ്മൾ എടുത്തതിനേക്കാൾ കൂടുതൽ പൈസ അടച്ചു കഴിഞ്ഞു. സാധാരണക്കാർക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് വിദ്യാഭ്യാസ രംഗത്തും. അല്ലാതെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നമുക്കൊരു ബാധ്യത ഇവിടെ ഈ ലോണുകൾ അടയ്ക്കാൻ ഇവിടുത്തെ ഒരു ജോലിയിൽ പ്രവേശിച്ചാൽ പോലും ഈ ലോൺ അടയ്ക്കൽ ഇവരുടെ ജീവിത ചെലവും കൂടെ താരതമ്യം ചെയ്യാൻ പറ്റുന്നില്ല. ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞ് കഷ്ടപ്പെട്ട് പഠിച്ച് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഒരു ജോലി ഇവിടുത്തെ ഒരു ജോലിയിൽ കയറിയാൽ ആ ലോൺ അടയ്ക്കാനുള്ള പൈസ കിട്ടുന്നില്ല. അവരുടെ ജീവിത ചെലവ് നടക്കുന്നില്ല. അവർക്ക് ജീവിക്കണ്ടേ? ജോലിയും കൂടി ആകുമ്പോൾ പിന്നെ പാരൻസിനെ ആശ്രയിക്കാൻ പറ്റില്ലല്ലോ. അതിന്റെ അതിനൊക്കെ ഇവിടുത്തെ ഒരു സംവിധാനത്തിന് മാറ്റം വരണം. അതെ, കൃത്യമായി ജോലി ചെയ്യുന്നതനുസരിച്ചല്ല ഇവിടുത്തെ ശമ്പളം കൊടുക്കുന്നത് എന്നുള്ള പരാതികളും ഉന്നയിച്ചു വരുന്നുണ്ട്. അപ്പൊ അതിനും ഒരു മാറ്റം സംഭവിക്കണം അല്ലേ? വിദേശത്ത് ജോലിക്ക് പോയ ഒരു എഞ്ചിനീയർ പറഞ്ഞത് ജീവിതകാലം മുഴുവനും അയാൾ അടച്ചാലും ആളുകളെടുത്ത ലോൺ അടയ്ക്കാൻ തീർക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുപോലെ എല്ലാവരും ഒരു ടെൻഷനിലാണ്. അതൊക്കെ ഒരു പ്രചോദനം കൊടുക്കുകയും അതിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. വിദ്യാഭ്യാസവും വേണം. എല്ലാവരും ഇന്ന് പഠിക്കാൻ താല്പര്യമുള്ളവരാണ്, വിദ്യാഭ്യാസം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ്. പക്ഷെ വിദ്യാഭ്യാസം ചെയ്തിട്ട് ഇവിടെ അതിനുള്ള ഒരു മുന്നോട്ട് എന്ത് ചെയ്യണമെന്നുള്ള ഒരു ചോദ്യചിഹ്നമായി 10ാം ക്ലാസ് ജയിച്ചവർക്ക് +1 അഡ്മിഷൻ കിട്ടില്ല എന്ന് പറയുന്നത് തന്നെ വലിയ മോശമല്ലേ? അതെ അതെ, വിദ്യാഭ്യാസ രംഗത്തെ അത്രയധികം അധപ്പതിച്ച ഒരു രീതിയായിട്ടായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. ജനത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. അതിനുള്ള അധികാരികൾ അതിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം, അതിന്റെ കാര്യങ്ങൾ ചെയ്യണം, ഇല്ലാതെ വരാൻ പാടില്ലല്ലോ. എന്താണ് ഈ ഒരു വിദ്യാഭ്യാസ രംഗത്തെ ഇത്തരത്തിലുള്ള ഒരു അധപ്പതനത്തെ കുറിച്ച് പറയാനുള്ളത്? ഇതിന് അധികാരികൾ വേണ്ട മുൻകരുതലുകളും അതിന് വേണ്ട സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം തുടങ്ങിയിട്ട് പോലും ആ ഒരു വിദ്യാർത്ഥിക്ക് ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ പേരൻസിനും വേവലാതി കൊണ്ട് പിള്ളേർക്കും ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഒരു അഡ്മിഷൻ വന്നു കഴിഞ്ഞാലും പിള്ളേർ പഠിച്ച് ഒപ്പം എത്തണമെങ്കിലും അത് വളരെ ബുദ്ധിമുട്ടുള്ള ക്ലാസ്സുകളെല്ലാം മിസ്സായി പോകുന്നു. അവരുടെ വിലപ്പെട്ട സമയങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, പഠിച്ച് മുന്നേറി ഒരു നല്ല ജോലിയിലേക്ക് ഇറങ്ങിയാൽ പോലും അവർക്ക് അവരുടെ ആ ഒരു കഷ്ടപ്പാടിനനുസരിച്ചുള്ള ശമ്പളവും നൽകുന്നില്ല എന്ന് പലരും പരാതി പറയുന്നു. അതെ, ആ ഒരു സാഹചര്യത്തോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് മേലധികാരികൾ അതിന് വേണ്ട തീർച്ചയായിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കണം.
അതേ നമുക്ക് പറയാനുള്ളൂ. എന്തായാലും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടരുത് എന്ന് നമുക്ക് പറയാനുള്ളത്. പൊതുജനം മണ്ടരില്ല സൗറ എന്ന പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നതുവരെ ക്യാമറാമാൻ അനിലാനന്ദിനോടൊപ്പം അനുജ പ്രകാശ്.